വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2025-26 യൂണിയൻ ബജറ്റ്. ഇനി വരാൻ പോകുന്ന 10ാം തര പരീക്ഷയാണെങ്കിലും +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ്, ഇനി വരുന്ന എല്ലാ എക്സാംസിനും നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ബജറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ബജറ്റ് പീപ്പിൾസ് ബജറ്റ് എന്നാണ് നമ്മുടെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ മിഡിൽ ക്ലാസ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ കരകൗശല തൊഴിലാളികളെ, MSMEs, കുറേ കാര്യങ്ങൾ അവർക്കായിട്ട് ഒത്തിരി പദ്ധതികളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നോക്കാം. ജേർണി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് കീ ഫോക്കസ് ഓഫ് ദ ബജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്സ്. അപ്പോൾ അഗ്രികൾച്ചർ കൃഷി, MSME എന്ന് പറയുന്ന അറിയാലോ, സ്മോൾ സ്കെയിൽ ബിസിനസ്സിനാണ് MSME എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്സ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എയിം എന്നുള്ളൊരു കോഡ് വെച്ച് ഓർത്തിരിക്കാം. AIME എന്നോർക്കുക. അപ്പം എയിം അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവർ ബജറ്റിൻ്റെ കീ പോയിൻറ്റ്സ് ഏതാണ് പെടാത്തതെന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതുക. ഈ ഒരു ബജറ്റിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ആക്സിലറേറ്റ് ഗ്രോത്ത്, സെക്യൂർ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, എൻഹാൻസ് സ്പെൻഡിങ് പവർ ഓഫ് ഇന്ത്യാസ് റൈസിംഗ് മിഡിൽ ക്ലാസ്, ഇൻവിഗറേറ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെൻറ്റിമെൻറ്റ്സ്. അതായത് നമ്മുടെ സാമ്പത്തിക വളർച്ച എന്ത് ചെയ്യുക, അതൊരു മെയിൻ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ മധ്യവർഗത്തിൻ്റെ ചിലവാങ്ങൽ ശേഷിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക. പിന്നെ ഹൗസ് ഹോൾഡ് സെൻറ്റിമെൻറ്റ്സ്, അതായത് നമ്മുടെ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ ഓരോരോ സ്ലാബുകളും അതിന് ഏതൊക്കെ റേറ്റാണ് ചാർജ് ചെയ്യുന്നുള്ളതുമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 ലക്ഷം വരെ എന്താണ് ഒരു രീതിയിലുള്ള ടാക്സ് വരെ പേ ചെയ്യേണ്ട. ഇനി 4 തൊട്ട് 8 വരെ ലക്ഷത്തിലുള്ളവരാണ് 5% പേ ചെയ്യണം. 8 തൊട്ട് 12 വരെ 10%, 12 തൊട്ട് 16 വരെ 15%, 16 to 20 ലക്ഷം 20%, 20 to 24 25%, 24 ലക്ഷത്തിന് മേലോട്ടുള്ളവർ 30%. അപ്പോൾ ഈ ടാക്സ് റേറ്റ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 5, 10, 15, 20, 25, 30 അങ്ങനെ പോകുന്നു. ഇത് 4ൻ്റെ ഒരു ഡിഫറൻസിൽ 8, 4, പിന്നെ 4, 8, 8, 12, 12, 16, 16, 20, പിന്നെ 24, 24 മേലോട്ട്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് റുപ്പീസ് കം ഫ്രം ആൻഡ് റുപ്പീസ് ഗോസ് എന്നുള്ള കാര്യങ്ങൾ. അത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാം. അതായത് കൂടുതൽ ഒരു ശതമാനം എന്ന് പറയുന്നത് ബോറോവിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. 24% ബോറോവിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് വരുന്നത്. 22% ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ 22%. അടുത്തത് GST ആൻഡ് അതർ ടാക്സസ് ആണ് 18%. കോർപ്പറേഷൻ ടാക്സ് 17%. പിന്നെ നോൺ ടാക്സ് റെസിപ്റ്റ് ഉണ്ട്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. അത് 1% ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? 24% ബോറോവിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് വരുന്നത്. അപ്പോൾ ലയബിലിറ്റീസും 4 ഒരു കണക്ഷനില്ലേ? 24 ലയബിലിറ്റീസ്. ഇനി ഇൻകം ടാക്സിൻ്റെ T/2 എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ 22% ആണ് ഇൻകം ടാക്സ്, 22% ആണ്. അതുപോലെ തന്നെ GST ആൻഡ് അതർ ടാക്സസ്, GST 18% ആണ് GST. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എങ്ങനെ ഓർക്കാം? എക്സൈസിൻ്റെ എന്ന് പറയുന്നത് ABCDE അല്ലേ? അപ്പോൾ 5ാമത്തെ അക്കമാണ്. അപ്പോൾ 5 എക്സൈസ് ഡ്യൂട്ടി 5% കൊടുക്കുന്നത്. കോർപ്പറേറ്റ് ടാക്സ് 17% ഓർക്കുക. അതുപോലെ നോൺ ടാക്സ് റെസിപ്റ്റ് 9%, കസ്റ്റംസ് 4% ആണ്. നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് 1%. നമുക്ക് 24% ഒന്ന് അറിഞ്ഞിരിക്കുക, 22%, 18% അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് റുപ്പീസ് ഗോസ് ടു എങ്ങോട്ടേക്കാണ് നമ്മുടെ പൈസ പോകുന്നതെന്ന് നോക്കാം. സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇൻകം ടാക്സിനൊരു 2 കൊടുത്തില്ലേ? അതുപോലെ ഇവിടെ നമുക്ക് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിൽ നമുക്കൊരു 2 കൊടുക്കാം. 22% ആണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. അടുത്തത് വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീമാണ് 16%. അപ്പോൾ അവിടെ ഒരു 6ൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യില്ലേ? സെൻട്രൽ സെക്ടർ 16. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. അതുപോലെ 20% ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ് 20%. നമ്മൾ ഇൻട്രസ്റ്റ് എപ്പോഴും ഒരു റൗണ്ടഡ് ഫിഗർ ആയിട്ടല്ലേ പറയുള്ളൂ, 10%, 20% എന്ന്. അപ്പോൾ അതങ്ങനെ റൗണ്ട് ചെയ്ത് 20% ഓർക്കുക. അപ്പോൾ 22% എന്താണ്
സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആണ്. 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്. 16% നമ്മൾ പറഞ്ഞു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 8% വരുന്നത് ഡിഫെൻസിനുണ്ട്, പിന്നെ ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സിലുണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീംസും അതർ എക്സ്പെൻഡിച്ചറൊക്കെ 8% ആണ് വരുന്നത്. 6% മേജർ സബ്സിഡീസ്. അപ്പോൾ അവിടെ ഒരു സബ്സിഡീസിൻ്റെ 6 എടുക്കുക. 6% ആണ് സബ്സിഡീസ്. പെൻഷൻ 4% ആണ് പെൻഷൻ. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പദ്ധതികളും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഇമേജ് ഒന്ന് മൈൻഡിൽ സ്റ്റക്കാകാൻ വേണ്ടിയിട്ടാണ്. PM ധൻ ധാന്യ കൃഷി യോജന എന്താണ്? സംസ്ഥാനങ്ങളുമായി പങ്കാളിത്തം ഉള്ളതാണ് അല്ലേ. നിലവിലെ സ്കീമുകളെല്ലാം കൂടി ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, യോജിപ്പിക്കും. അപ്പോൾ എന്തിനാണിത് വന്നിട്ടുള്ളത്? ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കലും, വിള വൈവിധ്യവൽക്കരണം, വിള സംഭരണ ശേഷി, ജലസേചനം വർദ്ധിപ്പിക്കുക, വായ്പകൾ ഉറപ്പാക്കുക. ഇതിനൊക്കെ വേണ്ടി കൃഷി നമുക്ക് ഒരു മെയിൻ എയിമായിരുന്നു എന്താ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിന് ഈ ഒരു പദ്ധതി ഇവർ കൊടുത്തിട്ടുണ്ട്. PM ധൻ ധാന്യ യോജനയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. 1.7 കോടി കർഷകർക്ക് ഇത് ഗുണഫലമാണ്. ആദ്യഘട്ടത്തിൽ 100 ജില്ലകളിലാണ് ഇത് കൊണ്ടുവരിക. കാർഷിക ഉൽപ്പാദനം മെച്ചപ്പെടുത്തും. ഗ്രിഗ് വർക്കേഴ്സിനെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാകും. ഫുഡ് ഡെലിവറി ജീവനക്കാർക്ക് വരെ സഹായകമാകുന്ന ഒരു കാര്യമാണിത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നത്. 100% വിദേശ നിക്ഷേപം. ഇൻഷുറൻസിൽ FDI പരിധി എന്ന് പറയുന്നത് 100%. ലഭിക്കുന്ന പ്രീമിയം മുഴുവൻ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് അർഹത. ഈ ഒരു ബജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് എന്ത് വേണ്ട, നികുതി നൽകണ്ട എന്ന് പറയുന്നൊരു പുതിയ കാര്യം വന്നിട്ടുണ്ട്. അതുപോലെ ശമ്പളക്കാരാണെങ്കിലോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്ത് 12.75 ലക്ഷം രൂപയ്ക്ക് വരെ എന്തില്ല, നികുതിയില്ല. വരുമാനം 12 ലക്ഷത്തിന് അല്പം മുകളിലാണെങ്കിലും എന്താണ്, മാർജിനൽ റിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ബാധ്യതയില്ല. പുതിയ സ്കീമിലെ നികുതി സ്ലാബുകൾ 6-ൽ നിന്ന് 7 നമ്മൾ മുന്നേ കണ്ട കാര്യങ്ങളാണ്. 6-ൽ നിന്ന് 7 പഴയ സ്കീമിലോ മാറ്റമില്ല. ഇൻകം ടാക്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 30% നികുതി 24 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർക്ക് മാത്രമാണ്. അത് നമ്മളത് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. 34% എന്ന് പറയുന്നത് 30% എന്ന് പറയുന്നത് 24 ലക്ഷത്തിന് മേലുള്ളവർക്ക് മാത്രം. എത്ര സ്ലാബ് ഉണ്ട്? 1 2 3 4 5 6 7 എന്നാക്കി മാറ്റി. അപ്പോൾ ഇത് ഇതിൽ വന്നിട്ടുള്ളൊരു മേജർ ചേഞ്ച് കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അതായത് ഈ ഒരു ബജറ്റിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ആരൊക്കെയാണ്? അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്സ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക വളർച്ച, ഉൾക്കൊള്ളുന്ന വളർച്ച, മധ്യവർഗത്തിൻ്റെ വാങ്ങൽ ശേഷിയും ചെലവാക്കൽ ശേഷിയും ഒന്ന് വർദ്ധിപ്പിക്കുക. അതുപോലെ നമ്മുടെ മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? 7 സ്ലാബ് റേറ്റാണ് ഇൻകം ടാക്സിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ഒന്ന് നോക്കുക. 24 ലക്ഷത്തിന് മേലോട്ട് എത്ര ശതമാനമാണ് ടാക്സ് വരുന്നത്? 30% ടാക്സ് വരുന്നത്. അതുപോലെ റുപ്പീസ് കം ഫ്രം ആൻഡ് ഗോസ് ടു, ഇത് കൃത്യമായിട്ട് പഠിക്കുക. 24% ലയബിലിറ്റീസ് ആൻഡ് ബോറോവിങ്സിൽ വരുന്നുണ്ട്. അതുപോലെ 22% റുപ്പീസ് ഗോസ് ടുവിൽ എന്താണ്, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസിലാണ് വരുന്നത്. അതൊന്ന് ശതമാനങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിക്കുക. PM ധൻ ധാന്യ കൃഷി യോജന അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 1.7 കോടി കർഷകർക്ക് ഗുണഫലമാവുന്ന കാര്യമാണ്. പിന്നെ ഗ്രിഗ് വർക്കേഴ്സിനെ എന്താണ്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് പറഞ്ഞു. വിദേശ നിക്ഷേപം 100%, ഇൻഷുറൻസിലൊക്കെ വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ട കാര്യമില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സിനെ ഓരോന്നായിട്ട് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. നട്ടെല്ലാകും MSME. MSMEന്ന് എന്താണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളെയാണ് നമ്മൾ MSME എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നിക്ഷേപ പരിധി എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിൻ്റെ 2.5 മടങ്ങാക്കി വിറ്റുവരവ് ഇരട്ടിയും. അപ്പോൾ MSMEനെ ഇവർ നല്ലപോലെ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബജറ്റ്. അതുപോലെ നമ്മുടെ തപാൽ അഥവാ പോസ്റ്റ്, അതും ഈ ഒരു ബജറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമാണ്. 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളെ കോർത്തിണക്കി ഇന്ത്യ പോസ്റ്റിൻ്റെ വൻകിട ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ പോസ്റ്റിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സേവനം ഗ്രാമീണ മേഖലയിൽ വ്യാപിപ്പിക്കും. ഇനി കാർഷികം, നമ്മളൊരു മെയിൻ ഫോക്കസ് ഏരിയ ആണല്ലേ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം.
കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പ പരിധി 3 ലക്ഷമായിരുന്നു. ഇപ്പോൾ എത്രയാണ്? 5 ലക്ഷമാക്കിയിട്ടുണ്ട്. കർഷകർക്കും ക്ഷീര കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇത് ഗുണകരമാണ്. അതുപോലെ സ്വാശ്രയ സംഘ അംഗങ്ങൾക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും പ്രത്യേകമായിട്ട് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ, ഇതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്താണ്? സ്വാശ്രയ സംഘ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ളവർക്കും പ്രത്യേകമായിട്ട് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ കൊണ്ടുവരുന്നുണ്ട്. വിള വൈവിധ്യത്തിനും ഉൽപ്പാദന വർധനവിനുമായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന, നമ്മളിപ്പോൾ കണ്ടതാണ് അല്ലേ, ധൻ ധാന്യ കൃഷി യോജന. പരിപ്പ് വർഗ്ഗങ്ങൾക്കായിട്ട് എന്താണ്? മിഷൻ ആത്മനിർഭരത. അപ്പം ചോദിക്കാം, മിഷൻ ആത്മനിർഭരത എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പരിപ്പ് വർഗ്ഗങ്ങൾക്കായിട്ടാണ് അതുള്ളത്. അതുപോലെ ബീഹാറിൽ എന്ത് വരുന്നു? മഖാന. മഖാന എന്താണ്? ആമ്പൽ പോലുള്ള നീർച്ചെടിയാണ് ഈ മഖാന. ബീഹാറിലാണ് മഖാന ബോർഡ് വരുന്നത്. അസമിൽ യൂറിയ പ്ലാന്റ് വരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ബീഹാറിലാണ് മഖാന ബോർഡ് വരുന്നത്, അസമിലാണ് യൂറിയ പ്ലാന്റ് വരിക. ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാറിലും ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതികൾ. ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാറിലും എന്താണ്? ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതികൾ വരുന്നു. ഫ്രോസ്റ്റൻ ഫിഷ് പേസ്റ്റിൻ്റെ, അതായത് സുരിമി എന്ന് പറയുന്നതാണത്, അതിൻ്റെ കസ്റ്റംസ് തീരുവ 30% അപ്പോൾ ഇനി ഇത് എത്രയേ ഉള്ളൂ? 5% മാറ്റിയിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തീറ്റ നിർമ്മാതാക്കൾക്കായിട്ട് ഫിഷ് ഹൈഡ്രോളിസേറ്റിങ്ങിൻ്റെ കസ്റ്റംസ് തീരുവയും 15% നിന്ന് 5% അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് MSMEക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തപാൽ പോസ്റ്റ് ഓഫീസിനെ എങ്ങനെയാണ് ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ് പറഞ്ഞു, പിന്നെ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോറിനെ പറ്റി പറഞ്ഞു, പിന്നെന്താ മിഷൻ ആത്മനിർഭരത എന്താണ്, മക്കാന ബോർഡ് എവിടെയാണ് വരുന്നത്, യൂറിയ പ്ലാന്റ് എവിടെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതികൾ എന്തൊക്കെയാണ്, പിന്നെ ഓരോ ഇപ്പോൾ ഫ്രോസൺ ഫിഷ് പേസ്റ്റിന് ഇപ്പോൾ എത്ര കസ്റ്റംസ് തീരുവ എത്രയാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി. കപ്പൽ നിർമ്മാണത്തിന് ക്ലസ്റ്റർ. ഇന്ത്യയിൽ കപ്പൽ പൊളിക്കുന്നതിന് പ്രോത്സാഹനം. നഗരവികസനത്തിന് 1 ലക്ഷം കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട്. അപ്പോൾ അർബൻ ചലഞ്ച് ഫണ്ട് കേട്ടോ ഈ ബജറ്റിൽ വന്നൊരു കീ ഫീച്ചറാണ്. 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസിൽ 100% വിദേശ നിക്ഷേപം നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഒരു സ്ലൈഡിൽ പഠിച്ചതാണ് അതല്ലേ. ഇനി ഉഡാൻ 2.0 അടുത്ത ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനാണിത്. ഉഡാൻ 2.0 എന്ന് പറയുന്നത് എന്താണ്? 2.0 എന്താണ്? ഗ്രാമീണ മേഖലകളിലും മറ്റുമായിട്ട് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ഉഡാൻ ചെറു വിമാന സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഉഡാൻ എന്ന് പറയുന്നത്. ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് ഗിഗ് തൊഴിലാളികൾ, നമുക്ക് കുറച്ച് മുമ്പ് കണ്ടതാണ്. ഗിഗ് തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതിയും തിരിച്ചറിയൽ കാർഡും കൊടുക്കുന്നുണ്ട്. 3 വർഷത്തിനകം എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെൻ്ററുകൾ. അപ്പോൾ ഇക്കൊല്ലം 200 അത് വരുന്നുണ്ട്. ഇനി നമ്മുടെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മികവിൻ്റെ കേന്ദ്രത്തിന് 500 കോടി കൊടുക്കുന്നുണ്ട്. നൈപുണ്യ മേഖലയ്ക്കായി 5 മികവിൻ്റെ കേന്ദ്രങ്ങൾ. പാലക്കാട് ഉൾപ്പെടെ 5 IITകളിലായിട്ട് 6,500 സീറ്റ് കൂടി. അപ്പോൾ AI നമ്മുടെ പഠന മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് AI ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആണവോർജം, ന്യൂക്ലിയർ എനർജി മിഷന് 20,000 കോടി കൊടുക്കുന്നുണ്ട്. ലക്ഷ്യം ചെറു മോഡുലാർ റിയാക്ടറുകൾ. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കാമല്ലോ. ഉഡാൻ പദ്ധതി എന്താണ്? അതുപോലെ ഗിഗ് തൊഴിലാളികൾക്ക് സുരക്ഷാ പദ്ധതി കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് എത്ര രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്, അതുപോലെ ആണവോർജം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറച്ച് പദ്ധതികളും ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ടും വരും എക്സാംസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പദ്ധതികളും അതെന്താണെന്നുള്ളൊരു ചെറിയൊരു ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്താണ്? മേൽക്കൂര സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്താണ്? ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. മിഷൻ അന്വേഷൺ ഭൂകമ്പ കവറേജിലെ വിടവുകൾ നികത്തുന്നതിനും ശക്തമായ ഒരു ജിയോ സയൻറ്റിഫിക് ഡേറ്റാബേസ് നിർമ്മിക്കുന്നതിനാണ് മിഷൻ അന്വേഷണം എന്ന് പറയുന്നത്. PM വിശ്വകർമ്മ നമുക്കറിയാവുന്നൊരു പദ്ധതി തന്നെയാണ്. കരകൗശല തൊഴിലാളികൾ, കൈത്തൊഴിലാളികൾ എന്നിവർക്ക് സാമ്പത്തിക സഹായവും തൊഴിൽ നൈപുണ്യവും നൽകുന്നതാണ് PM വിശ്വകർമ്മ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭകരെ പിന്തുണയ്ക്കാനും അവർക്ക് ശക്തമായ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനുമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ.
പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP എന്താണ്? കാർഷികേതര മേഖലയിൽ സൂക്ഷ്മ സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ ഒരു PMEGP എന്നുള്ളൊരു പ്രോഗ്രാം വന്നിട്ടുള്ളത്. സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്താണ്? തിരഞ്ഞെടുത്ത 100 നഗരങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ. ഉന്നത് ഭാരത് അഭിയാൻ വികസന വെല്ലുവിളികൾ തിരിച്ചറിയുന്നതിൽ ഗ്രാമീണ ജനതയോടൊപ്പം പ്രവർത്തിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എന്ത് ചെയ്യുക? പ്രാപ്തരാക്കാനാണ്. അപ്പോൾ ഉന്നത് എന്നുള്ളത് ടേം ഉള്ളതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഉന്നത് ഭാരത് അഭിയാൻ. അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. നാഷണൽ സേവിംഗ് സ്കീം മുതിർന്ന പൗരന്മാർക്ക് നികുതി ഒഴിവാക്കി. പഴയ നാഷണൽ സേവിംഗ് സ്കീം അക്കൗണ്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് പണം പിൻവലിക്കുമ്പോൾ ബാധകമായിരുന്ന നികുതി ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 29 മുതലാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതൊരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത്. മുതിർന്ന പൗരന്മാർക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. മുദ്രാ വായ്പ നിലവാരമുള്ള ഹോം സ്റ്റേകൾ വരും. അപ്പോൾ ഹോം സ്റ്റേകൾക്ക് മുദ്രാ വായ്പ നൽകുമെന്ന പ്രഖ്യാപനം ഏറ്റവും പ്രയോജനപ്പെടുക നമ്മുടെ കേരളത്തിലാണ് കൂടുതലായിട്ട് ടൂറിസം വ്യവസായം ഇപ്പോൾ കത്തി നിൽക്കുന്നത്. അപ്പോൾ നിലവിലെ ഹോം സ്റ്റേകൾക്ക് അങ്ങനെ പ്രത്യേക വായ്പ പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റേത് ബാങ്ക് വായ്പയും എടുക്കും പോലെ മാത്രമേ നമുക്ക് എന്തുണ്ടായിരുന്നുള്ളൂ? ഹോം സ്റ്റേകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേരള ബാങ്ക് മാത്രം 10% നിരക്കിൽ വായ്പ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ മുദ്രാ വായ്പ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വരെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. നമ്മുടെ ബജറ്റിൻ്റെ എത്ര സമയമാണ് എടുത്തത് എന്നൊക്കെയുള്ളൊരു ഡാറ്റയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒതുക്കി പറഞ്ഞ് 1.25 മണിക്കൂർ. നിർമ്മല സീതാരാമൻ്റെ അവതരണങ്ങളിൽ ദൈർഘ്യം കുറഞ്ഞ രണ്ടാമത്തെ ബജറ്റായിരുന്നു ഇന്നലെ. 1 മണിക്കൂർ 15 മിനിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 75 മിനിറ്റ് ആയിരുന്നു അവതരണം. നിർമ്മല അവതരിപ്പിച്ച ഏറ്റവും ഹ്രസ്വമായ ബജറ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റായിരുന്നു. 56 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരുന്നു ഇടക്കാല ബജറ്റ്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണം എന്ന റെക്കോർഡും നിർമ്മലയ്ക്ക് തന്നെയാണ്. 2020-21 ബജറ്റ് അവതരണം 2 മണിക്കൂർ 40 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ബജറ്റിലും എത്ര മണിക്കൂറാണെന്ന് കൊടുത്തിട്ടുണ്ട്. 2025-26 1 മണിക്കൂർ 15 മിനിറ്റ്, അതായത് 75 മിനിറ്റാണെന്ന് ഓർക്കുക. ഇത് നമ്മൾ പഠിച്ചായിരുന്നു. ബീഹാറിൽ എന്ത് വരുന്നു? മഖാന ബോർഡ് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ന്യൂസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആമ്പൽ പോലുള്ള നീർച്ചെടിയുടെ ഭക്ഷ്യയോഗ്യവും പോഷക സമ്പുഷ്ടവുമായ മഖാന വിത്തുകളുടെ ഉൽപ്പാദനത്തിനും സംസ്കരണത്തിനും വിപണനത്തിനുമായിട്ട് മഖാന ബോർഡ് രൂപവൽക്കരിക്കാൻ 100 കോടി രൂപയാണ് നീക്കിവെച്ചത്. ബീഹാറിലെ മധുബാനിയാണ് ഇന്ത്യയിലെ മഖാന ഉൽപ്പാദന കേന്ദ്രം. ഇതൊരു GK ഫാക്ട് കൂടിയാണ്. ബീഹാറിലെ മധുബാനിയാണ് മധുബനിയാണ് ഇന്ത്യയിലെ മഖാന ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയുന്നത്. ഇത് പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിനെ ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് നമ്മളിപ്പം വായിച്ചായിരുന്നു. അപ്പോൾ സൂപ്പർ പോസ്റ്റ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ തപാൽ വകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ പരമ്പരാഗത സേവനങ്ങൾക്കൊപ്പം കമ്മ്യൂണിറ്റി സെൻ്ററുകൾ കൂടിയായി മാറും. ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക അക്കൗണ്ടുകളും ഇടപാടുകളും നടത്തും. വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം കൈമാറുന്ന DBT രീതിക്കായി ഉപയോഗിക്കും. പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ, ഓൺലൈനായി പണമടക്കാൻ കഴിയാത്തവർക്ക് EMI വിഹിതം അടക്കാനുള്ള സൗകര്യം തുടങ്ങിയവ ഉറപ്പാക്കും. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് വായ്പ നൽകുക, ഇൻഷുറൻസും മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കർഷകർ ഇതിൻ്റെ ഒരു കീ പോയിൻ്റ് ആണല്ലോ. അപ്പോൾ കർഷകർക്ക് ഈ ബജറ്റ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാജ്യത്തെ 7.7 കോടി കർഷകർ, ക്ഷീര കർഷകർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി എത്രയാക്കി? 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതൊരു പോയിൻ്റാണ്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നതാണിത്. കാർഷികോൽപാദനം കുറഞ്ഞ 100 ജില്ലകൾക്ക് ആദ്യഘട്ടത്തിൽ സഹായം. ഉൽപാദന വർധനവ്, വിള വൈവിധ്യം, സുസ്ഥിര കൃഷിരീതികൾ, പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ സംഭരണം, ഹ്രസ്വകാല വായ്പകൾ തുടങ്ങിയവ ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതിയാണിത്. അപ്പോൾ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നതാണ്. കാർഷികോൽപാദനം കുറഞ്ഞ 100 ജില്ലകൾക്ക് എന്ത് ചെയ്യുന്നു? വിളവൈവിധ്യം, സുസ്ഥിര രീതികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണിത്. ഗ്രാമീണ വികസനവും അഭിവൃദ്ധിയും. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾക്കായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? മിഷൻ ആത്മനിർഭരത പറഞ്ഞിട്ടുണ്ട് അല്ലേ? പരിപ്പ് വർഗ്ഗങ്ങൾക്കായിട്ട് ആത്മനിർഭരത, അത് നമ്മൾ നേരത്തെ വായിച്ചതാണ്.
നെക്സ്റ്റ് മക്കാന ബോർഡ് എവിടെയാണ് വരുന്നത്? ആമ്പലിന് സമാനമായ നീർച്ചെടിയുടെ ഭക്ഷ്യയോഗ്യവും പോഷക സമ്പുഷ്ടവുമായ മക്കാന വിത്തുകളുടെ ഉൽപ്പാദനത്തിനും സംസ്കരണത്തിനുമായിട്ട് ബീഹാറിൽ, അത് ഞാൻ വീണ്ടും പറയണം, ചോദിക്കും എന്തായാലും, ബീഹാറിലാണ് മക്കാന ബോർഡ് വരുന്നത്. ഉൽപാദന ശേഷി കൂടിയ വിളകൾ, ഇതിനായിട്ട് ഗവേഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. അതുപോലെ കീടപ്രതിരോധ ശേഷിയുള്ളതും. അപ്പോൾ കർഷകർക്കൊക്കെ എന്താണ്, ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. കാലാവസ്ഥയെ അതിജീവിക്കാനായിട്ടുള്ള വിത്തിനങ്ങളൊക്കെ വികസിപ്പിക്കുന്നു. മത്സ്യബന്ധനം, ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും കേന്ദ്രീകരിച്ച് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പരുത്തി കൃഷിയാണെങ്കിലോ 5 വർഷത്തെ വികസന പദ്ധതി പരുത്തി കൃഷിക്കുണ്ട്. അതുപോലെ അസമിലെ നാംരൂപിൽ പ്രതിവർഷം 12.7 ലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദന ശേഷിയുള്ള യൂറിയ പ്ലാന്റ് വരുന്നുണ്ട്. അപ്പോൾ യൂറിയ പ്ലാന്റ് എവിടെയാണ് വരുന്നത്? അസമിലാണ്. ഓക്കെ. ഉഡാൻ പദ്ധതി നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് ഉഡാൻ പദ്ധതി എന്ന് പറയുന്നത്? ഈ വിമാനങ്ങൾ പറക്കുന്നൊരു സർവീസാണ് ഉഡാൻ സർവീസ് എന്ന് പറയുന്നത് അല്ലേ. പറക്കുന്നതിനെയാണ് പറയുക. അപ്പോൾ ചെറു നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള ഉഡാൻ, അതായത് ഉഡേ ദേശ് കാ ആം നാഗരിക് പദ്ധതി നവീകരിച്ച് വീണ്ടും അവതരിപ്പിക്കുമെന്ന പ്രഖ്യാപനം വ്യോമയാന മേഖലയ്ക്ക് ഏറെ കരുത്തു നൽകുന്നു. 120 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ചെറുവിമാന സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർ ഈ ഉഡാൻ സേവനം ഉപയോഗിക്കുമെന്നും നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെറുനഗരങ്ങൾക്കിടയിൽ 9 മുതൽ 40 വരെ സീറ്റുകളുള്ള ചെറുവിമാനങ്ങൾ പറക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉഡാൻ സർവീസ് എന്ന് പറയാം. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം. ജൽ ജീവൻ മിഷൻ കാലാവധി നീട്ടി. ഗ്രാമീണ മേഖലയിൽ പൈപ്പിലൂടെ ശുദ്ധജലം ലഭ്യമാക്കാനുള്ള ജലശക്തി മന്ത്രാലയത്തിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കാലാവധി 2028 വരെ നീട്ടിയിട്ടുണ്ട് കേട്ടോ. അഡൽ ടിങ്കറിംഗ് ലാബ് സാധ്യതകൾ അവ്യക്തം. സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലെല്ലാം ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം 1.5 പതിറ്റാണ്ട് മുമ്പ് തന്നെ കേരളം നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കായുള്ള വകയിരുത്തലൊന്നും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഷുവറായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി വരും എക്സാമിലെല്ലാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്